ഒരു വർഷം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന തുക 1,03,043 കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ തുടർച്ചയായിട്ട് കടമെടുക്കുന്നു. അതായത് ട്രഷറി വേസ് ആൻഡ് മീൻസ് 225 ദിവസം ഒരു വർഷം എടുത്ത ചരിത്രമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾ നടത്തുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും നടത്തി തുലയ്ക്കുക. അതിൻ്റെ സ്ഥാനത്ത് നടക്കുന്നതൊക്കെ ഒരു ധനധൂർത്ത് രാഷ്ട്രീയ ഭരണമാണ്. ലോകത്തിൻ്റെ മാതൃകയാവുന്നുള്ള വികസനമാണ് ഇവിടെ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ പേര് ദിവസവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതാണ് ലോകത്തിൻ്റെ മാതൃകയായ വികസനം. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്, അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ 5ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആയിരുന്ന, അതുകൂടാതെ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ BA പ്രകാശ് സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഫൈനാൻസ് അക്കൗണ്ട്സിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തു വന്നത്. ഇതിനെ വിലയിരുത്തി നോക്കുമ്പോൾ കേരളത്തിൻ്റെ നിലവിലുള്ള ധനസ്ഥിതിയെ എങ്ങനെ നോക്കിക്കാണുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള രീതിയിൽ? അതായത് ഈ സംസ്ഥാനത്തിൻ്റെ ഈ ധനസ്ഥിതിയുള്ള പറ്റിയുള്ള 2 സുപ്രധാനമായിട്ടുള്ള രേഖകളാണ് ഇന്നലെ അസംബ്ലിയിൽ വച്ചത്. ഒന്ന്, ഫൈനാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വിശദമായിട്ടുള്ള 2023-24 കണക്കുകൾ, 2023-24 വർഷത്തെ കണക്കുകൾ, അതോടൊപ്പം തന്നെ പിന്നീട് അക്കൗണ്ട്സ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്ന വേറൊരു രേഖ. ഈ 2 രേഖയുമാണ് ഈ 2023-24 കാലഘട്ടത്തിൽ പിന്നീട് CAG ഓഡിറ്റ് ചെയ്തിട്ട് അംഗീകരിച്ച അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന ധനവിവര കണക്കുകളായിട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അംഗീകരിക്കുന്ന കണക്കുകൾ. ഈ രേഖയിൽ ഇത് ഞാൻ അങ്ങോട്ട് പരിശോധിച്ചപ്പോണ്ടൊരു കാര്യം, എനിക്ക് ആദ്യം ഈ ബഡ്ജറ്റിലെ ഇതിലുള്ള കണക്കുകൾ തന്നെ ഇത് ശരിയാണോ എന്ന് ഒരു സംശയം തന്നെ തോന്നി. അത്രയും വളരെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ഭയാനകരമായിട്ടുള്ള ഒരു കണക്കാണ് ഇതിനകത്ത് കാണുന്നു എന്നുള്ളതാണ്. ഈ മേഖലയിൽ കുറേ അധികം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഈ തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ തുടർച്ചയായിട്ട് പരിശോധിക്കുന്ന ഒരാളാണ്. ഇതിനകത്തുള്ള കണക്കുകളൊക്കെ എനിക്ക് നല്ല കാണാപ്പാഠമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സാധാരണ സംസാരിക്കാറുള്ളത്. പക്ഷേ ഈ വർഷത്തെ, അതായത് 2023-24 സംസ്ഥാനത്തിൻ്റെ കണക്കിൽ കണ്ടൊരു കാര്യം, ഒരു വർഷം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന തുക 1,00,000-ലധികം കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് 1,03,043 കോടി രൂപയാണ് ഈ 2023-24 വർഷം സംസ്ഥാന സർക്കാർ ഒരു വർഷം കടമെടുത്തിരിക്കുന്നത്. അതിൽ ആ വർഷം തിരിച്ചടച്ചത്, അതായത് മുതലും നേരത്തെ എടുത്ത കടത്തിൻ്റെയും ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന കടത്തിൻ്റെയും ഒരു തിരിച്ചടവ് വന്നിരിക്കുന്നത് 73,000 കോടി രൂപയാണ് ഒരു വർഷത്തേക്ക്. പലിശ ഇനത്തിൽ കൊടുത്തിരിക്കുന്നത് 27,000 കോടി രൂപയാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര മിച്ചമാണ് സർക്കാരിന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയത് ഏതാണ്ട് 2,914 കോടി രൂപ. അതായത് 1,00,000 രൂപയ്ക്കധികം കടമെടുത്തപ്പോൾ, 1,00,000 കോടിയിലധികം തുകയ്ക്ക് കടമെടുത്തപ്പോൾ അതിൻ്റെ പിന്നീട് തിരിച്ചടവും പലിശയും മറ്റ് ബാധ്യതകളെല്ലാം കഴിഞ്ഞിട്ട് സർക്കാരിന് മിച്ചമായിട്ട് കിട്ടിയിരിക്കുന്നത് 2,914 കോടി രൂപയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ 2023-24 കടം വാങ്ങിയ തുകയുടെ 97% മുൻകടത്തിൻ്റെ മുതലും ഈ വർഷം എടുത്ത കടത്തിൻ്റെ പലിശയുമായിട്ട് തിരിച്ചടച്ചു എന്നുള്ളതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക്. ഈ കണക്കിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് ആലോചിക്കൂ നിങ്ങൾ. ഒരു വർഷം 1,00,000 കോടിയിലധികം തുക കടമെടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൽ കാണുന്ന വേറൊരു കാര്യം എന്താണെന്നറിയാം? വേസ് ആൻഡ് മീൻസ് എന്നുള്ള താൽക്കാലിക കടമെടുപ്പാണ് RBIയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അതായത് വേസ് ആൻഡ് മീൻസ് എന്നുള്ള ഇനത്തിൽ മാത്രം കടമെടുത്തിരിക്കുന്നത് ഏതാണ്ട് 53,000 കോടി രൂപയോളമാണ്. അത് എത്ര പ്രാവശ്യമാണ് എടുത്തിരിക്കുന്നത്? 225 പ്രാവശ്യമാണ് ഈ വർഷം എടുത്തിരിക്കുന്നത്. ഒരു വർഷം എത്ര ആണ് ആകപ്പാട്? ഒരു വർഷം എത്ര 30 ദിവസമുണ്ട്? 365 ദിവസമുണ്ട്. ഇവിടെ ഈ വർഷം
225 പ്രാവശ്യമാണ് ഈ കടമെടുത്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് തീരെ പണമില്ല. ഓരോ പ്രശ്നം വരുമ്പോൾ ഒരു താൽക്കാലികമായിട്ടൊരു കടമെടുക്കുന്നു, തുടർച്ചയായിട്ട് കടമെടുക്കുന്നു. അതായത് ട്രഷറി നിത്യനിദാനം ആയിട്ട് പ്രവർത്തിക്കാൻ പോലും ഒട്ടും പണമില്ലാത്ത വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഈ കേരള ചരിത്രത്തിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ വെയ്സ് ആൻഡ് മീൻസ് 225 ദിവസം ഒരു വർഷം എടുത്ത ചരിത്രമുണ്ടോ? ഇല്ല. അത്രയും മോശപ്പെട്ടൊരു സ്ഥിതി. മാത്രമല്ല ഈ 2023-24 67% ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് തരത്തിലുള്ള കടമാണ് താൽക്കാലികമായിട്ട് സംസ്ഥാന സർക്കാരിന് റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കാനുള്ളത്. ഒന്ന് ഈ വെയ്സ് ആൻഡ് മീൻസ്, മറ്റത് ഓവർ ഡ്രാഫ്റ്റ്. രണ്ടിൻ്റെ പലിശയിലും മറ്റ് നിരക്കിലൊക്കെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഏതാണ്ട് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കടക്കണിയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് സംസ്ഥാനത്തിന് ഒരു തരത്തിലും കരകയറാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയൊരു കടക്കണിയിലേക്ക് സംസ്ഥാനം എത്തി എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്ഥിതി ഇതിൽ നിന്ന് വലിയ വ്യത്യാസമല്ല. ഇതിന് മുമ്പിലത്തെ വർഷം 2022-23 ഏതാണ്ട് 54,000 കോടി രൂപയാണ് ഒരു വർഷം കടമെടുത്ത്. അതിൽ തിരിച്ചടവിന് വേണ്ടിയും പലിശയും എല്ലാം പോയിട്ട് അവസാനം കിട്ടിയത് ഏതാണ്ട് 1,143 കോടി രൂപ. എൻ്റെ മിച്ചം ബാക്കിയുള്ളതെല്ലാം അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാളൊരു കടം മേടിക്കുന്നു, ആ കടം മേടിച്ച് പണം ചിലവാക്കുന്നു, എന്നിട്ട് തിരിച്ചടവ് നടത്തുന്നു. ഇവിടെ എന്താണ്? എടുക്കുന്ന കടം മുഴുവനും തിരിച്ചടച്ചാലും നമുക്ക് എടുക്കുന്ന കടം പോലും തീർക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു ബാധ്യത സംസ്ഥാന സർക്കാരിന് നിൽക്കുന്നു. ഈ സ്ഥിതിയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിതി എന്താണ്? ഇപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ചെലവ് ചുരുക്കൽ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള തുകയുടെ ഏതാണ്ട് പകുതിയിലധികം വെട്ടിക്കുറച്ചിരിക്കുന്നു. പിന്നീട് ഈ കോൺട്രാക്ടർമാരുടെ ബില്ലുകളെല്ലാം കുന്നുകൂടി കിടക്കുന്നു. അപ്പോൾ അത് വേറൊരു വശം. പിന്നെ പല മേഖലയിലും പിന്നീട് ഈ സ്റ്റാഫും ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ് വെട്ടിക്കുറയ്ക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി നിലനിൽക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും അരക്ഷിതാവസ്ഥ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ആശുപത്രി ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മരുന്ന് ഇല്ല. ഇതിൻ്റെ കൂടെ CAG-യുടെ വേറൊരു റിപ്പോർട്ടുമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ പണമില്ല, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള പൈസ ഇല്ല. CAG-യുടെ ഇതേ വേറൊരു റിപ്പോർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. ആശുപത്രികളുടെ സ്ഥിതിയെപ്പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. ആശുപത്രികളിൽ മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല. അപ്പോൾ എന്താണ് ഈ രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ കഴിയുമോ? അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ, ഒരുപാട് തരം ഉപകരണങ്ങൾ വേണ്ടേ ഈ ട്രീറ്റ്മെൻറ്റിന്, അതിനില്ല, പണമില്ല. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതി. അവിടെയും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായിട്ട് CAG കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രൂക്ഷമായിട്ടുള്ള ധനകാര്യ പ്രതിസന്ധി. അപ്പോൾ എന്തുകൊണ്ട് ഈ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. എന്തുകൊണ്ട് ഇത് എത്തിപ്പെട്ടു? ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നടക്കുന്നതൊക്കെ ഒരു ധനധൂർത്ത് രാഷ്ട്രീയ ഭരണമാണ്. അതായത് ഈ ജനങ്ങളുടെ വിലപ്പെട്ട പണം, നികുതിയായിട്ട് പിരിക്കുന്ന പണവും കടമെടുത്ത തുകയും അതെല്ലാം ഭരണം മെച്ചപ്പെടുത്താനും ജനക്ഷേമ പരിപാടികൾക്കും വികസനത്തിനും ചെലവാക്കുന്നതിന് പകരം എല്ലാ മേഖലകളിലും ധൂർത്ത് നടത്തി മുഴുവനും നശിപ്പിക്കുന്ന ഒരു ധനധൂർത്ത് നയം വർഷങ്ങളായിട്ട് കേരളത്തിൽ അനുവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഒരു അവസാന സ്ഥിതിയാണ് നാം ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അവരെല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിന് അനന്തമായിട്ടുള്ള വിഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരൊക്കെ കരുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഗവൺമെൻറ് പ്രസ്സിൽ ഈ രൂപ പ്രിൻ്റ് ചെയ്ത് അത് നേരെ ചാക്കിൽ കെട്ടി നേരെ ട്രഷറി കൊണ്ട് വിതരണം നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാക്കൾ, നമ്മുടെ മന്ത്രിമാർ, ബാക്കിയുള്ളവരെല്ലാം കരുതുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമോ കാര്യങ്ങൾ? ഈ പണം വളരെ ഈ സ്കേഴ്സായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ വിലപ്പെട്ടതാണ്. അത് ജനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ചിലവാക്കണം എന്നുള്ളൊരു ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ തരത്തിൽ വരുമോ? ഈ കേരളത്തിൽ 5 ലക്ഷത്തിലധികം പേര് ജീവനക്കാരുണ്ട്. അവരുടെ സംഘടനകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആരെങ്കിലും ഇത്രയും ഞങ്ങൾക്കൊരു ശമ്പള പരിഷ്കരണം നടത്താൻ
അല്ലെങ്കിൽ ഈ തരത്തിലുള്ള നടത്താനായിട്ടുള്ള ധനസ്ഥിതി സംസ്ഥാനത്തിന് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രയും മോശപ്പെട്ട. അപ്പോൾ എല്ലാവരും ധരിക്കുന്നത് എന്താണ്, ഇവിടെ ഏതാണ്ടോ ഈ പിന്നീട് ഗവൺമെൻറ് പ്രസ്സിൽ കറൻസി നോട്ട് അച്ചടിച്ച് കൊണ്ടുവരുന്ന വിതരണം നടത്തുന്ന ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇങ്ങനെ പിന്നീട് കള്ളു കുടിച്ച് ബോധമില്ലാത്തവരിങ്ങനെ നടക്കുന്നത് പോലെ നടക്കുന്നു എന്നുള്ളതാണ്. ആർക്കും ഇത്രയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി അതിനെ അഡ്രസ്സ് ചെയ്യാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ പോലും താല്പര്യമില്ല എന്നുള്ളതാണ്. ഇതെല്ലാം എങ്ങനെ നടന്നോളൂ, സർക്കാരല്ലേ. പിന്നെ നമ്മുടെ പിന്നീട് ഭരണത്തിലിരിക്കുന്ന ഭരണവർഗം ധരിക്കുന്നത് എന്താണ്, ഞങ്ങളുടെ കാർ വേണം, ഞങ്ങളുടെ ശമ്പളം കിട്ടണം, ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടണം, ബാക്കിയുള്ള എങ്ങനെ എവിടെ എന്ത് തൊലഞ്ഞു പോയാലും നമുക്കെന്ത് എന്നുള്ള ഒരു കാഴ്ച അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. അല്ല, നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ MLA മാർ, നമ്മുടെ മറ്റ് കാര്യങ്ങൾ, അങ്ങനെ സർക്കാർ എന്നൊക്കെ പറഞ്ഞ് പ്രമാണികളായിട്ട് നടക്കുന്നവരുടെ എല്ലാവരുടെ കാര്യത്തിലും എല്ലാം ആഡംബരമായിട്ട് പണ്ട് രാജാക്കന്മാരും ശിങ്കിടികളും താമസിച്ചവല്ല അവരെല്ലാം നടക്കുന്നുണ്ടല്ലോ. ഈ ജനത്തിൻ്റെ പ്രശ്നം വരുമ്പോഴാണല്ലോ ഇവിടെ എന്തിനെങ്കിലും പണമുണ്ടോ, ഒരു ആശുപത്രി ചെന്നാൽ മരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ റോഡുകൾ എല്ലാം കുഴിയും പൊട്ടിയും പൊളിഞ്ഞും കിടന്ന് ഇപ്പോൾ റോഡിൽ കൂടെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുമോ എന്നുള്ളൊരു ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത്രയും മോശമായിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം, നമുക്കിപ്പോൾ ഏതാണ്ട് 1.5 കോടിയിലധികം മോട്ടോർ വാഹനങ്ങളുള്ള ഒരു നാടാണ്. 1 ലക്ഷത്തിലധികം 2 വീലേഴ്സ് മാത്രമുണ്ട്. ഈ റോഡുകൾ ആപ്പടെ 1 വരിയും 2 വരി പാതകളാണ്. 4 വരിയും 5 വരിയും 6 വരി പാതകളായി മാറ്റേണ്ട ഒരു കാലം കഴിഞ്ഞു. അത്രയ്ക്ക് വാഹനങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മളാരെങ്കിലും പറയുന്നുണ്ടോ? റോഡിൽ ഇറങ്ങിയാൽ നിങ്ങൾ മരിച്ചു പോകുമെന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ന്. ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ആക്സിഡൻറ്റും അത് ആഘോഷിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മരണം, അതിൻ്റെ മറ്റാഘോഷങ്ങളും ബാക്കിയുള്ളതാണ്. പണമുണ്ടോ അതിന്? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നീട് കുറേ അധികം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊടുക്കേണ്ട ഒരു തുകയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതിനകത്ത് തന്നെ ഒരു കണക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഏതാണ്ട് 7000 ചില്ലുവാനം കോടി രൂപയോളം പിന്നീട് അവരെടുത്ത വായ്പയുടെ പലിശയായിട്ട് കൊടുക്കാനുണ്ട് സർക്കാരിന്. അവരെടുത്ത വായ്പയുടെ പലിശയാണ് മുതൽ. പിന്നെ ഇവിടെ നേരത്തെ ഒരു CAG-യുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പകുതിയിലധികവും അവരുടെ നഷ്ടം അവരുടെ മൊത്തം അസറ്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾ നടത്തുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും നടത്തി തുലയ്ക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ എങ്ങനെയെങ്കിലും അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒറ്റ കാഴ്ചപ്പാട്. ഇങ്ങനെ ഒരു നാട്ടിൽ പിന്നീട് നാട് മുന്നോട്ട് പോകൂ. അതായത് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ സർക്കാർ പ്രവർത്തിക്കണമെങ്കിൽ അടിസ്ഥാനമായിട്ട് എന്താ വേണം? പണം വേണം, സ്റ്റേബിളായിട്ടുള്ള ഫൈനാൻസ് വേണം. അതായത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, മറ്റേ ഓഫീസ് കാര്യങ്ങൾ നടത്തണം, വികസന പ്രവർത്തനങ്ങൾ നടത്തണം, റോഡുകൾ നന്നാക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മെച്ചമാക്കണം, അതോടൊപ്പം ആശുപത്രികൾ മറ്റ് സൗകര്യങ്ങൾ മെച്ചമാക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ. ഇതിനൊക്കെ എവിടെ പണം? ഇപ്പോൾ ഒന്നിനും പണമില്ല. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ PR ഏജൻസി വഴി ഇങ്ങനെ പിന്നീട് 4 വാചകം അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി കൊടുത്ത് ഇത് ഒതുക്കാവുന്നുള്ള കേസെന്നാണ് ഇപ്പോൾ നമ്മളൊരു പുതിയ കണ്ടുപിടുത്തം. PR ഏജൻസിക്ക് പണം കൊടുത്താൽ മതി. അവർ പറയും ഇവിടെ ഇപ്പോൾ അത്ഭുത വികസനമാണ് നടക്കുന്നത്, ഇത് ലോകത്തിനെ മറിക്കാനായിട്ടുള്ള വികസനമാണ്, ലോകത്തിൻ്റെ മാതൃകയാവുന്നുള്ള വികസനമാണ് ഇവിടെ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ പേര് ദിവസവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതാണ് ലോകത്തിൻ്റെ മാതൃകയായ വികസനം. ലോകം കാണാത്ത വികസനമാണ് കേരളത്തിൽ നടക്കുന്നു, കേരളത്തിലെല്ലാം സ്വർഗമാണ്, ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ മാധ്യമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. പിന്നെ വലിയൊരു വിഭാഗം മാധ്യമക്കാരും ഇമാതിരിയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുന്നില്ല. ഒരുപക്ഷെ ഈ PR ഏജൻസിയുടെ ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ബലമായി കാരണം മുമ്പൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല. ഇമാതിരിയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് പബ്ലിക്കിൽ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, പബ്ലിക്കിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതൊരു പ്രശ്നമേ അല്ല. ഈ സർക്കാരിന് ഈ പണമില്ലാത്ത ഒരു പ്രശ്നമല്ല. പിന്നെ വല്ലപ്പോഴും ഈ ജീവനക്കാരൊരു സമരം നടത്തി ഞങ്ങൾക്ക് ശമ്പളം പെൻഷനും ഉടനെ കൂട്ടിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇവിടെ 5 വർഷത്തിലൊരിക്കൽ ശമ്പള പെൻഷൻ വർധന നടത്താനായിട്ടുള്ള ധനസ്ഥിതി സംസ്ഥാനത്തിനില്ല. അങ്ങനെ എപ്പോഴെല്ലാം 5 ശമ്പള പെൻഷൻ നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം സംസ്ഥാനത്തിൻ്റെ ട്രഷറി തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ ഒരു മൂല കാരണവും 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ്. ഇത് കേന്ദ്രം നടത്തുന്ന പോലെ 10 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം നമുക്ക് നടത്തിയാൽ പോരെ?
അതിനുള്ള പണം പോലും ഇല്ല. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ നേരത്തെ ആദ്യ കാലഘട്ടത്തിൽ ഇത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ കമ്മ്യൂണിസവും സോഷ്യലിസവും ആയിരുന്നല്ലോ നമ്മുടെ ഐഡിയോളജി. അന്ന് വിശ്വസിച്ച് എന്താണ്, മുതലാളിത്തം വലിയ കുഴപ്പമാണ്, മുതലാളിത്തം ഇല്ലാതാക്കിയിട്ട് നമ്മൾ സർക്കാർ സംവിധാനങ്ങളും കോപ്പറേറ്റീവ് സംവിധാനങ്ങളും എല്ലാം തുടങ്ങി നമ്മൾ ഇവിടെ വികസനം നടത്തുമെന്നുള്ളതാണ്. ഒരുപാട് ബ്യൂറോക്രാറ്റിക് സ്ഥാപനങ്ങൾ നമ്മളുണ്ടാക്കി. ഇപ്പോൾ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞ് എന്തുമാത്രം സ്ഥാപനങ്ങളുണ്ടെന്നറിയാമോ? കൃഷിക്കാരൻ എന്തെങ്കിലും പണ്ടൊക്കെ കുറേ എങ്കിലും ചെറിയ നേട്ടങ്ങൾ കിട്ടുമായിരുന്നു. കൃഷിക്കാരന് എന്ത് ആനുകൂല്യങ്ങളാണ് ഈ കൃഷി വകുപ്പ് മൂലം കിട്ടുന്നത്? എന്തുമാത്രം വലിയ ബ്യൂറോക്രസിയാണ് ഉണ്ടാക്കി വെച്ചേക്കണമെന്നറിയാം കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ്, വികസനം എന്ന് പറഞ്ഞാൽ എത്രയോ വകുപ്പുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നറിയാം. പിന്നെ ഇത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഈ സിവിൽ സപ്ലൈസ് കടകളും കമ്പോളങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ വേറെ പിന്നീട് ആൾക്കാരിവിടെ കടയും നടത്തുകയല്ലേ. ഇനിയിപ്പോൾ സർക്കാർ പണം മുടക്കി ആളുകൾക്ക് ശമ്പളം കൊടുത്ത് പിന്നീട് നഷ്ടം സഹിച്ച് ഇവിടെ സിവിൽ സപ്ലൈസിൻ്റെ ഈ ഷോപ്പ് നടത്തണം. റേഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, റേഷനിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഒരുപാട് മേഖലയിൽ നിന്ന് നമ്മൾ പിന്നീട് ഒരുപാട് കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം. പണ്ടിവിടെ നമ്മുടെ ഓഫീസുകളിൽ ഈ സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാക്കി എന്താണെന്നറിയാം? ഒരാൾ ടൈപ്പ് ചെയ്യുന്നു, ആ ടൈപ്പ് ചെയ്യുന്നത് വായിച്ചു നോക്കാനായിട്ട് കോപ്പി സൂപ്രണ്ട്, പിന്നെ അതെടുത്ത് വേറെടുത്ത് കൊടുക്കാനായിട്ട് വേറൊരാൾ, അത് പിന്നെ പോസ്റ്റ് ചെയ്യാൻ വേറൊരാൾ. ഇന്നിപ്പോൾ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടോ? അപ്പോൾ ഈ തരത്തിലുള്ള പണ്ടത്തെ ഒരു സ്റ്റാഫ് പാറ്റേൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആ പാറ്റേണുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ. അതാണ് വിപ്ലവം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരൊക്കെ നമ്മുടെ ഈ മേഖലയിലുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവരെ എങ്ങനെയെങ്കിലും ആരെന്തായാലും നാടെന്ത് പോയി കഴിഞ്ഞാലും ഞങ്ങൾക്കുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും മാത്രം കിട്ടുക. അതായത് ഞങ്ങളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ സർക്കാർ, ഇതെല്ലാം ഞങ്ങൾക്കാണ് കിട്ടാനുള്ളത്. നമ്മുടെ ഈ അധികാരത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർ അവർ പറയുന്നില്ലേ, സർക്കാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ, ഞങ്ങളുടെ ചിങ്കിടികൾ. പഴയ കാലത്ത് ഇവിടെ രാജാവും ചിങ്കിടികളെന്ന് പറഞ്ഞ പോലെ ഞങ്ങളും ചിങ്കിടികൾ, അവരെല്ലാവരും കൂടെ വീതിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള നിലയ്ക്ക് ആയിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമില്ല. പിന്നെ നമ്മുടെ ഒരു വലിയ വിഭാഗം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഫുൾ ടൈം രാഷ്ട്രീയക്കാരെന്നാണ് പറയുന്നത്. എന്താണ് അവരുടെ റോള്? ലോകത്തെവിടെയും രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവരെ ജോലി ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നു, വരുമാനം നേടുന്നു, ഇലക്ഷനിൽ മത്സരിക്കുന്നു, കുറേ നാൾ ഇവിടെ വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും സ്വന്തം ജോലി ചെയ്യുന്നു. ഇവിടെ എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ ഫുൾ ടൈം രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നടക്കുന്നത്. അതായത് ജനങ്ങളും സർക്കാരുമായിട്ടുള്ള ഞങ്ങൾ മിഡിൽ മാനാണ്, നിങ്ങളുടെ കാര്യം ഞങ്ങൾ സാധിച്ചു തരാം, അല്ലാതെ ഇവൻ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംവിധാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ചുരുക്കത്തിൽ ഈ ട്രഷറിയിലുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ കുറച്ച് പണം എങ്ങനെ അടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയവും മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഞാൻ ധൂർത്ത രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. ഞാനിതൊക്കെ പിന്നീട് വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ധൂർത്ത രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ എഴുതിയതാണ്. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകും. ഇതെല്ലാം ഒരുപാട് പേര് ധരിക്കുന്ന സർക്കാരല്ലേ, സർക്കാരിന് ഇതൊക്കെ രൂപയുടെ ഈ ധനപ്രതിസന്ധി എങ്കിൽ ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഇതെല്ലാം ഇങ്ങനെ അങ്ങ് നടന്നു പോകും എന്നുള്ള ഒരു ധാരണയിൽ സർക്കാർ ജീവനക്കാർ പിന്നീട് എല്ലാ മേഖലയിലുള്ള ആളുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾസും കോളേജസും ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ സ്കൂളും കോളേജും ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ ഈ ജീവനക്കാരുടെ ശമ്പളവും ഇതൊക്കെ കൊടുത്തു തുടങ്ങിയ ഒരു സംവിധാനമാണ്. അതിലൊക്കെ കാലാനുസരണമായിട്ടുള്ള മാറ്റം വരേണ്ട കാര്യമില്ലേ? അതായത് സ്കൂൾ വേണ്ടെന്നല്ല ഞാൻ പറയണം, കുട്ടികൾ പഠിക്കണമെന്നല്ല പറയണം, കുട്ടികളുടെ പഠനവും അതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം എല്ലാ മേഖലയിലും വേണ്ടേ? അല്ല, അവരും കുറേയെങ്കിലും ഇത് നടത്താനായിട്ടുള്ള ചിലവ് അവരെ ഉണ്ടാക്കിയെടുത്തൂടെ? അല്ലെങ്കിൽ പിന്നെ ആദ്യം വേറെ കുറേ പേരൊക്കെ പ്രൈവറ്റ് സ്കൂളുകളിൽ അത്തരത്തിലുള്ള സ്കൂളുകളിലേക്ക് പോട്ടെ, കോളേജുകളിലേക്ക് പോട്ടെ. എല്ലാ സ്കൂളും കോളേജും സർക്കാർ മാത്രമേ തുടങ്ങൂ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഒരു പ്രൊഫഷണൽ കോളേജ് പിന്നീട് സ്വകാര്യ മേഖലയിൽ ഇവിടെ നടത്താൻ പാടില്ല എന്നും പറഞ്ഞ് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2001 ശേഷമാണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജോ ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് കോളേജോ പ്രൈവറ്റ് സെക്ടറിൽ വന്നത്. അതുവരെ നമ്മൾ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സർക്കാർ മേഖലയിലും നടത്തുക. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ, സ്ഥാപനങ്ങൾ, അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം. ഇവിടെ ശമ്പളം കൊടുക്കാൻ ഇവിടെ പണമുണ്ടോ? അല്ലെങ്കിൽ അതെല്ലാം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയും ആ പണം ചിലവാക്കുന്നതും അതിൻ്റെ ചെലവിനങ്ങളും ബാക്കിയുള്ളതിലെല്ലാം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പൊളിച്ചെഴുത്ത് വേണം. പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരും അവരുടെ ശിങ്കിളികളും ബാക്കിയുള്ളവരെല്ലാവരും ഈ സർക്കാരിനെ കയറിപ്പറ്റി ഈ ട്രഷറിയിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച് എടുത്ത് ജീവിച്ച് കളയാമെന്നുള്ള ഈ ധാരണയും മാറാതെ കേരളം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്.